ഹലോ എവരിബഡി, ഹിന്ദി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ട എല്ലാ കുട്ടികൾക്കും ഇന്ന് 8ാം ക്ലാസ്സിൻ്റെ ഹിന്ദി എക്സാം വളരെ സിമ്പിളായിട്ടുണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഡിസ്കോഴ്സസും എക്സാമിന് വന്നിട്ടുണ്ട്. അത് ഇന്നലെ ഉച്ചയ്ക്കാണ് മിസ് അപ്ലോഡ് ചെയ്തത്. ആ വീഡിയോ കണ്ട് അതിലുള്ള എല്ലാ ഡിസ്കോഴ്സസ് നോട്ടും കൃത്യമായി പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എക്സാമും അതേപോലെ വളരെ എളുപ്പമായിട്ട് നിങ്ങൾ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ശാംഷ അക്ബർ കോ കോൺ സിക്കായേഗ എന്ന ചാപ്റ്ററിന് നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതിൽ വിശേഷൻ ശബ്ദ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആ കുട്ടി ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുട്ടി മാർക്ക് ചെയ്ത ഉത്തരം തെറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ജനത എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്, അത് നൗണാണ്, സഖ്യാണ്. അതുകൊണ്ട് അത് വിശേഷണമല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നോക്കൂ, തേർഡ് നോക്കൂ, വാക്യ പിരമിഡ്. നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ടീച്ചർ എഴുതിയത് എന്തായിരുന്നു? ഗുരുജി ആത്തേഹെ എന്നായിരുന്നു. ഇവിടെ വന്നിട്ടുള്ളത് അക്ബർ ആത്തേഹെ എന്നാണ്. എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, പിതാക്കാ പ്രായശ്ചിത്ത്. ഞാൻ പറഞ്ഞ ചോദ്യം തന്നെയാണ് വന്നിട്ടുള്ളത്. 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഇവിടെ അരുൺ ഗാന്ധി ദേഖ്താഹെ എന്നുള്ളത് പിതാജി ദേഖ്തേ ഹേ എന്നായിരിക്കും. ഇവിടെ ആദ്യം ദേഖ്താ രഹ എന്നുള്ളത് പിതാജി ആയപ്പോൾ ദേഖ്തേ രഹേ വന്നു. അപ്പോൾ അരുൺ ഗാന്ധി ദേഖ്താ ഹേ പിതാജി ദേഖ്തേ ഹേ എന്നാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, അതിൽ നിന്നാണ് ലെറ്റർ ചോദിക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലെറ്റർ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ. തൻ്റെ തെറ്റിന് അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ അരുൺ ഗാന്ധിക്ക് വല്ലാതെ ദുഃഖം വന്നു അല്ലേ. അത് തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞുകൊണ്ട് ആ വിഷമം പറഞ്ഞുകൊണ്ട് എഴുതുന്ന കത്താണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ നോട്ടിൽ എഴുതിയതാണ്. അപ്പോൾ 6ാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, കബീർദാസിൻ്റെ ദോഹ അല്ലേ. അവിടെ 2 ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. പന്തി എന്നതിൻ്റെ സമാനാർത്ഥി ശബ്ദവും ചോദിച്ചിട്ടുണ്ട്, ആ ദോഹയുടെ സന്ദേശം ചോദിച്ചിട്ടുണ്ട്. ആ രണ്ടും ഇന്നലെ വീഡിയോയിൽ രാത്രി അപ്ലോഡ് ചെയ്ത വീഡിയോയിലുണ്ടായിരുന്നു. അത് കണ്ട് പഠിച്ചവർക്ക് അതും ഈസി ആയിട്ടുണ്ടാവും. ഇനി അടുത്തത് പറഞ്ഞത് ഇസ് ബാരിഷ്മയും സുഖദുഃഖ്. ഈ 2 കവിതയിൽ നിന്നും ആണ് ചോദ്യങ്ങൾ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നത് ഇസ് ബാരിഷ്മേ എന്നുള്ള കവിതയിൽ നിന്നാണ്. ഇസ് ബാരിഷ്മേ എഴുതിയ കവിയുടെ പേര് ചോദിച്ചിട്ടുണ്ട്, സമാന ആശയവാലി പങ്ക്തി ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ആശയവും ചോദിച്ചിട്ടുണ്ട്. പിന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഗുപ്സൂരത് അനുഭൂതി ഹെ എവറസ്റ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ഇവിടെ ജോഡ്കർ ലിഗേം എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സഹി വികൽപ്പ് ചുൻകർ ലിഗേം അല്ലെങ്കിൽ സർവനാം കോൺസാഹെ, ഈ 2 രീതിയിലാണ് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്കിവിടെ ആൻസർ എഴുതാൻ പറ്റും അല്ലേ. 2 ലെറ്റേഴ്സ് വരുമ്പോൾ മേം പ്ലസ് കോ വരും, മുജെ ഉസേ ഒക്കെ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത നോക്കൂ, അതിലുള്ള 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നത് 2ഉം 1 സമാചാർ റപ്പട്ട്, 2 ലഘുലേഖ്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് സമാചാർ റപ്പട്ടാണ്. അവിടെ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ലഘുലേഖും നമ്മൾ നോട്ടിൽ എഴുതി പഠിച്ചതാണ്, അതും വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് സഫേദ് ഗുഡ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. സഫേദ് ഗുഡ് എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത് 1 സഹി മിലാൻ കരെ, പിന്നെ ആ കുട്ടിയുടെ ഡയറി. 2 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇവിടെ 15ാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻ തന്നിട്ടുണ്ട് കേട്ടോ. ബാച്ചീത്ത് സംഭാഷണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതും 2ഉം ഇവിടെ അതേ ചാപ്റ്ററിൽ തന്നെ 3 ചോദ്യങ്ങളും ഒരുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചതാണ് നമ്മളിവിടെ ആൻസറായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ലാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ജൽ ബാങ്ക് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജൽ ബാങ്ക് എന്ന ആ ലേഖയിൽ പറഞ്ഞിട്ടുള്ളത് പാനിക്ക് കമ്മിയാണ് അല്ലേ. 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും നോട്ട്ബുക്കിൽ എഴുതിയാൽ തന്നെയാണ്. ചാരു ഉങ്കലിയം പാനീയയും ഒരു ബോക്സ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. 18ാമത്തെ ക്വസ്റ്റ്യനും പോസ്റ്റർ, അതും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സന്ദേശാത്മക പോസ്റ്റർ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാര്യക്രം സംബന്ധി പോസ്റ്ററാണ്. ഇവിടെ ജൽ സംരക്ഷണയ്ക്ക് ആവശ്യകത എന്ന വിഷയത്തെ പറ്റിയിട്ടൊരു സംഗോഷ്ഠിയാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വേൾഡ് വാട്ടർ ഡേ, വിശ്വ ജൽ ദിവസ് അല്ലേ, മാർച്ച് 22-ന് ആണ് ആ ഡേ ഉള്ളത്. അപ്പോൾ ആ ദിവസം നടക്കുന്ന ഈ സെമിനാറിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്യാൻമാർഗ് എന്നുള്ള ചാപ്റ്ററിൻ്റെ പോസ്റ്ററൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഈസി ആയിട്ട് ഈ ഒരു പോസ്റ്ററും എഴുതിയിട്ടുണ്ടാവും. എന്തൊക്കെയായാലും നല്ല അടിപൊളി എക്സാം ആയിരുന്നു, വളരെ സിമ്പിൾ എക്സാം ആയിരുന്നു.
എല്ലാവർക്കും നല്ല കോൺഫിഡൻറ്റോട് കൂടി പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ പോലും ഇവിടെ ടഫായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നമ്മുടെ ഈ ഹിന്ദി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇത്തരം വീഡിയോസുമായിട്ട് ഇനിയും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് കാണാം. ബൈ.